ചോറിനായാലും കപ്പയ്ക്കായാലും എല്ലാത്തിനും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മത്തിക്കറിയാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ളതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടില്ല കേട്ടോ പച്ചമുളക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാനങ്ങനെ ഒരുപാട് വറ്റിച്ചെടുത്തിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ ഈ കറി തന്നെ വറ്റിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കാതെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് കറിയുടെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തക്കാളി ഉടയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ബൗളിനകത്തോട്ട് മുളക് പൊടി എടുത്തിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ട് കാശ്മീരി ആണ് കേട്ടോ, അധികം എരിവുണ്ടാവില്ല. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചും കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിട്ടില്ല മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ അധികം അങ്ങ് കരിഞ്ഞു പോകുന്നില്ല മസാല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനതൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഓൾറെഡി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മത്തി വെച്ചിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ചെറിയ മീൻ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ കഷ്ണം മീൻ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഒന്ന് ചൂടായി നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് കുറച്ച് ലൂസായിട്ട് കപ്പയ്ക്ക് എടുക്കാനുള്ള പാകത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലൂസിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് നല്ല കുറുകിയിട്ട് വേണ്ടെങ്കിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ ചേർക്കുന്നതിന് മുമ്പേ ഉപ്പ് ചേർക്കാൻ നോക്കുക. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം മാത്രം മീൻ ചേർത്ത് കൊടുത്താൽ മതി. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കിലോ മത്തിയാണ്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മത്തി തലയോടെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സെയിം കറി തന്നെ മാന്തളൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതും അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ അടച്ച് വെച്ചിട്ട് ഇതേ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മീൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റിച്ചിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഏറ്റവും അവസാനം എന്നിട്ട് പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഉണ്ടാക്കി നോക്കുക. ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ അടിപൊളിയാണ്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്